അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തിരുസത്തെ മുഅ്മിനീങ്ങളെ, ഞങ്ങ ഇബാദത്ത് എടുക്കുന്നതും ഇത്രയെല്ലാം കഷ്ടപ്പെട്ടത് നാല് റബ്ബായ അള്ളാഹുലേക്ക് അടുക്കണു ചൊല്ലെ ആഗ്രഹിച്ചിട്ടായിട്ട്. ഞങ്ങളെ മുന്നത്തെ പൂർവിക മഹാന്മാരെല്ലാം ഇബാദത്ത് മുഖാന്തരം ഒരുപാട് ത്യാഗത്തെ മുഖാന്തരം അള്ളാഹുടെ സാമീപ്യം അങ്ങ് കരസ്ഥമാക്കിയ എങ്കിൽ ഞങ്ങളെ കൂട്ടത്തുള്ള പെണ്ണിങ്ങ അള്ളാഹുലേക്ക് ഏറ്റവും അടുക്കുന്നതായ ടൈം എപ്പാ, സമയം എപ്പാ, സ്ഥലം എപ്പാണ്ട് ചെല്ല ഒരു ചോദ്യം. ഈ എൻ്റെ ഭാഗത്തുള്ള ചോദ്യമല്ല. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നാല് സ്വഹാബത്തിരട്ട് കേടുത്ത് അൽ മർഅത്തു മതാ തകൂനു അദ്നാ മിർ റബ്ബിഹാ, പെണ്ണ് ഏറ്റവും കൂടുതൽ അള്ളാഹുലേക്ക് അടുക്കുന്നതായ സമയം എപ്പാണ്. സഹജമായിട്ട് സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ആർക്കും അത് കറക്റ്റായിട്ട് ഉത്തരം കൊടുക്കുമായില്ല. ചില പ്രശ്നത്തിൽ ജട്ടിലായത്, ചില ടഫായിട്ട്. ആ സമയത്ത് കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു വലിയ ഇൽമിന്റെ മഹാനല്ലേ. അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹ, നാന് മദീന ഇൽമിന്റെ ഒരു വലിയ ഒരു പട്ടണായിട്ടിക്കടെ, ഒരു ടൗൺ ആയിട്ടിക്കടെ, അതിലെ എൻട്രൻസ് ആയിട്ടിക്കട്, അതിലെ ദ്വാരായിട്ടിക്കട് അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പരിപാടിയായിരിക്കും. അപ്പൊ അലി റളിയല്ലാഹു അൻഹു എന്താക്കിയിട്ട് മെല്ലെ ആ മജ്ലിസിൽ നിന്നിട്ട് മെല്ലെ പോയിട്ട്, മുട്ടമേ അക്കൗണ്ടല്ലേ, അപ്പൊ ഔത്ത് പോയിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ എടുത്തിന് പെണ്ണിങ്ങളുടെ വിഷയം പെണ്ണിങ്ങട്ട് യാറ മായത്തിക്കടെ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ചെന്ന് അൽ മർഅത്തു അദ്നാ മാ തകൂനു മിർ റബ്ബിഹാ തൽസമു കഅറ ബൈതിഹാ, ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ അള്ളാഹുലേക്ക് അടുക്കുന്നത് അത് അവളുടെ ഉൽഗത്ത് റൂമുൽ ഇന്നെങ്കിൽ ആയിട്ടിക്കത്. ശരിയെങ്കിൽ ഉൽഗത്തിൽ അവർ ഉൽഗത്തെ റൂമിടെ ഉൽഗതിച്ചിട്ട് ഇബാദത്ത് എടുത്തിട്ട് ആ മുഖാന്തരായിരിക്കണം അള്ളാഹുലേക്ക് അവൾ സാമീപ്യ കരസ്ഥമാക്കണേട്ട്. അപ്പൊ നമുക്ക് എത്ര അർത്ഥമുള്ള ഒരു കാര്യമായിട്ടിരിക്കും. പെണ്ണിങ് ഒരിക്കലും പറത്ത് തീരുന്ന ഒരു ജീവികളല്ല. പെണ്ണിങ് എപ്പോഴും ഉൽഗിക്കണോ എവത്തോൽ ഉൽഗത്ത് റൂമിൽ അവൾ വെച്ചിട്ട് റബ്ബ് ഇബാദത്ത് എടുക്കണാള. അപ്പ അള്ളാഹുലേക്ക് അവൾ ഏറ്റവും കൂടുതൽ അടുക്കണാള്. അത്യാവശ്യത്തിന് മാത്രമേ പെണ്ണിങ് അവത്തിന് പറത്ത് പറയണു. പരിശുദ്ധമായ ഖുർആൻ അള്ളാഹു ചെന്ന എന്തേ വഖർന ഫീ ബുയൂത്തികുന്ന വലാ തബർറജ്ന തബർറുജൽ ജാഹിലിയ്യത്തുൽ ഊലാ, ഈ ഔത്തിൽ അടങ്ങി വന്നിട്ട് ഇരിക്കണം. പണ്ട് ജാഹിലിയായ കാലഘട്ടത്തിൽ ഇങ്ങനെ പെണ്ണിങ്ങ ബജാർ തിരിഞ്ഞ പോലെ നിങ്ങൾ തിരിയോ തീരാട്ട് ഇസ്ലാമിനെ കട്ടാജ്ഞയായിരിക്കും. അപ്പൊ ഞാൻ പെണ്ണിങ് എന്താക്കണം, ഔത്ത് ഉൽഗമേ ഒതുങ്ങിയിരിക്കോ പ്രയത്നാക്കണം. അപ്പ ആയിരിക്കും അള്ളാഹുലേക്ക് ഏറ്റവും അടുക്ക സമയമാണ്. ഈ ആയത്തിയാണെങ്കിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ എത്ര ആൾമാർ അങ്ങനെ കട്ടായ ഫർലായ ഹജ്ജ് ഉംറ നിർവഹിച്ചാൽ പിന്നെ ഔത്തരങ്ങ് ഭർത്തിയെ വന്നിട്ടില്ല. പിന്നെ അങ്ങനെ ഭർത്തി ഇറക്കിലെ അങ്ങനെ മേത്ത് കട്ടിൽ കൊണ്ടായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധ്യമാണ്. പത്രത്തോളം അങ്ങനെ ജാഗ്രതാക്കിണ്ടാവും. ഇപ്പൊ പെണ്ണിങ്ങ അള്ളാഹുലേക്ക് അടുക്കോ നിങ്ങൾ ആഗ്രഹിക്കാറുണ്ടെങ്കിൽ അയത്തെ അള്ളാഹുടെ ഔത്ര ഉൽഗ ജീവിക്കോ നിങ്ങൾ പ്രയത്നമാക്കണം. പിന്നെ എന്തെങ്കിലും നിങ്ങൾ ആവശ്യമുണ്ട്, നിങ്ങളെ അത്യാവശ്യത്തിലായിട്ട് മാത്രമേ നിങ്ങൾ എന്താക്കണം ഔത്ര ഭർത്തി ഇറങ്ങണോട്ടു. ഈ മുഖാന്തര പരിശുദ്ധമായ ഇസ്ലാം നിങ്ങൾക്ക് പരിപാടിത്തണ്ട്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് എന്താക്കിയിട്ട് ആ മുഖാന്തര തന്റെ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയെ ഉത്തരം കൊടുത്ത് അലി റളിയല്ലാഹു അൻഹു വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ചോദ്യത്തെ ഉത്തരം കൊടുത്തു. എന്നൊരു ചോദ്യം തന്റെ ഭാഗത്തുള്ള ഉത്തരമല്ല, ഇത് നിങ്ങൾ മോളായ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ ഉത്തരമായിട്ട് കിട്ടും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് ഫാത്തിമത്തു നന്റെ ഫാത്തിമ ബീവി നന്റെ കരളിന്റെ കഷ്ണമായിട്ട് കിടാള്, അഥവാ ബിൽഅത്തു മിന്നി കിത്അത്തു മിന്നി, ഫാത്തിമ നന്റെ കരളിന്റെ കഷ്ടമായിട്ട് കിടാള്. ഇങ്ങനത്തെ ഉത്തരം ഫാത്തിമല്ലേ കിട്ടുമുണ്ട് ഒരു പ്രശംസയായിട്ട്. ഇപ്പൊ നന്റെ മോളിൽ ഏതാവുണ്ട് ആ നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവിയുടെ പ്രശംസനാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള മഹതിമാരെ ആ ജീവനചര്യ പിൻപറ്റു. നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് തരട്ടെ. നാളെ പെണ്ണികളെല്ലാം അല്ലാഹു സാലിഹാത്തിൽ പെടുത്താൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.